വാസ്തവൻ നമുക്കിപ്പോൾ ചെയ്തു. ഹരീഷ്, റീഹാബിലിറ്റേഷൻ പദ്ധതി സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് കേന്ദ്ര സർക്കാർ നടപ്പാക്കും, ആ പ്രതീക്ഷയാണുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അരമണിക്കൂർ തികച്ചിട്ടില്ല. ആ രീതിയിലേക്കുള്ള കടക്കുന്നു. അപ്പോഴും എന്താണ് ഈ പാക്കേജിന്റെ ബ്ലൂ പ്രിന്റ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചില നിർദ്ദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു അടിയന്തര ധനസഹായം, താൽക്കാലിക പുനരധിവാസം, തൊഴിലിന് പ്രഥമ പരിഗണന, ഒരുമിച്ച് താമസിക്കാനുള്ള ടൗൺഷിപ്പ്, ഒപ്പം സ്കൂൾ തുറക്കൽ, പൊതുസ്ഥലങ്ങൾക്ക് കൃത്യമായ ഇടം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഹരീഷ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഹരീഷ് പ്രധാനമായിട്ടും നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണെന്ന് ക്രോഡീകരിച്ച് പറയുക? അപർണ, ഒന്നാമത് നമ്മൾ ആരും ഇതിനകത്ത് ഒരു കോമൺ സെൻസിക്കൽ അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് പറയാൻ ഉള്ള ആളല്ല. കാരണം നമുക്ക് ഡെവലപ്മെന്റിന്റെ പ്ലാനിങ്ങിനെ സംബന്ധിച്ചുള്ള അക്കാഡമിക് ആയിട്ടുള്ള നോളജ് ഇല്ല. നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ റീബിൽഡ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ലഭ്യമാണ്. ഞാൻ കൂടി പങ്കെടുത്ത റീബിൽഡ് ഇനീഷ്യേറ്റീവ് ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് 2019 പോയി ജനീവയിൽ ഒരു പ്രസംഗം നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റീബിൽഡ് ഇനീഷ്യേറ്റീവിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി കൊടുക്കുന്ന പണം എത്രയായാലും, അത് 1 രൂപയായാലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും, പണിയുന്ന ഒരു വീടായാലും ഒരു റോഡായാലും, ഇനി അത് തകരാത്ത രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ വേണം ഇനി നിക്ഷേപം നടത്താൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഇപ്പോഴും ആളുകൾ ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമാണ്, ആളുകളിലേക്ക് കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾ ഇത്തരം മേഖലകളിലേക്ക് ഇനി സാധനങ്ങൾ അയച്ചു കൊടുക്കാൻ പാടില്ല. അവിടുത്തെ ലോക്കൽ എക്കണോമിയെ തകർക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പൊ തൊഴിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ വേണ്ടത്? അവിടെ ഒരു പെട്ടിക്കടക്കാരനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്തെങ്കിലും കച്ചവടം നടത്താൻ സാധ്യതയുള്ളതായിട്ടുള്ള കടകളിൽ അവിടെ കൂടുതൽ സെയിൽ നടക്കുകയും അവിടെ കൂടുതൽ ലോക്കൽ എക്കണോമി വളരുകയും ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് സാധനങ്ങൾ അയക്കാതെ മറിച്ച് പണം അയച്ചു കൊടുത്ത ആളുകളെ സഹായിക്കുകയാണ് വേണ്ടത്. റീബിൽഡിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ അസിസ്റ്റൻസ് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു പ്രദേശത്തേക്കെങ്കിലും, നമുക്ക് സംസ്ഥാനത്ത് മൊത്തം ചെയ്യാൻ പറ്റില്ല, തൽക്കാലം ഒരു പ്രദേശത്തേക്കെങ്കിലും ഒരു ഹൈ റെസൊല്യൂഷൻ ലിഡാർ ഇമേജറി ഉപയോഗിച്ചുകൊണ്ട് സേഫ് പ്ലേസസ് മാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അടുത്ത 1-2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ബാക്കിയുള്ളതിനൊക്കെ സമയമെടുക്കും. അതിന് ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഡിഫൻസിന്റെ പോലും പെർമിഷൻ വേണമെന്നാണ് ബഹുമാനപ്പെട്ട AG ഉൾപ്പെടെ കോടതിയിൽ ഇന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സേഫ് ബിൽഡിംഗ് നടത്തുമ്പോൾ ഏതൊക്കെ ഏരിയയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചത് ആരാണെന്ന് ഞാൻ കണ്ടില്ല, എനിക്ക് തോന്നുന്നു ബാദുഷയാണെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ അന്തസ്സിന് കേട് വരാത്ത വിധത്തിൽ വേണം നമ്മൾ സാമ്പത്തിക സഹായം കൊടുക്കാൻ. നമ്മൾ വികസനത്തിന് ഭൂമി എടുക്കുമ്പോൾ നമ്മൾ പണം കൊടുക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഭൂമി എടുക്കുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി സംഭാവന കൊടുക്കുന്നതിന്റെ ഈക്വൽ ആയിട്ടാണ് നമ്മൾ അതിന് പണം കൊടുക്കുന്നത്. ഇത് വികസനത്തിന്റെ ഒരു ബാക്കി പത്രമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ അർഹിക്കുന്ന രീതിയിലുള്ള, അല്ലാതെ 2-3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത്രേ സർക്കാരിന് തരാൻ പറ്റൂ, ബാക്കി നിങ്ങൾ സഹിച്ചോ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു സംഗതി നമ്മൾ ഫ്ലഡിലൊക്കെ കണ്ടതുപോലെ നമ്മൾ ഇനി ഈ കാര്യത്തിൽ പരിധിയോ പറയരുത്. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ സഹായിച്ചേ പറ്റൂ എന്ന് നമുക്കറിയാം. വരുന്ന ദിവസങ്ങളിൽ അത് ഉണ്ടാവും അറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടെ അവസാനം ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അന്തസ് ഹനിക്കാത്ത രീതിയിൽ അവർക്ക് തുടർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. സേഫ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കുക, ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഉൾപ്പെടെ. ടൗൺഷിപ്പ് അല്ലാതെയും ചിലപ്പോൾ ആളുകളെ നമുക്ക് പാർപ്പിക്കേണ്ടി വരും. കാരണം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പശുവിനെ വളർത്തി ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് പശുവിനെ വളർത്തണമെങ്കിൽ കുറച്ച് പുൽമേടുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ പുല്ലുള്ള സ്ഥലം ആവശ്യമാണ്. നമുക്കൊരു ടൗൺഷിപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റുന്നില്ല. അപ്പൊ അത്തരം തൊഴിൽ ബേസ്ഡ് ആയിട്ടുള്ള അവർ നേരത്തെ നമ്മൾ സോഷ്യൽ അസസ്മെന്റ് നടത്താതെ നമ്മൾ ഭൂമി ഏറ്റെടുക്കാറില്ലല്ലോ ഒരു പ്രോജക്റ്റിന്. എന്തുകൊണ്ടാണ് ദുരന്തത്തിന്റെ ആവശ്യത്തിന് നമ്മളൊരു സോഷ്യൽ അസസ്മെന്റ് റിപ്പോർട്ട് നടത്താത്തത്? അപ്പൊ നമുക്കൊരു സോഷ്യൽ അസസ്മെന്റ് റിപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതിനകത്ത് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പലവിധ പാരാമീറ്റേഴ്സ്, നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ചിലപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ ബാധിക്കും. അപ്പൊ അത് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പാക്കേജാണ് എനിക്ക് കൊണ്ടുവരുന്നത്. ഇതിനൊപ്പം നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇതുവരെ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. കണക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയുള്ള ആളുകൾക്ക് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ചില തൊഴിലുകൾ നമുക്ക് ചിലപ്പോൾ പുതിയതായിട്ട് തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അവിടെ നമുക്ക് CSR പോലുള്ള ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, IT കമ്പനികളുടെ ഫണ്ട് ഉപയോഗിക്കാം. ചിലപ്പോൾ ട്രെയിനിങ് വളരെ ചെറിയ ട്രെയിനിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്ന ചില തൊഴിലുകൾ ഉണ്ടാവും. അത് നമുക്ക് അവിടെ സാധ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രയോറിറ്റിയാണ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റും. കാരണം അടുത്ത വർഷവും ഇതുപോലെ മഴ പെയ്യും, അതിന്റെ അടുത്ത വർഷവും ഇതുപോലെ മഴ പെയ്യും.
അവിടെ ഈ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഹരീഷ് അത് മനസ്സിലായി വളരെ വാലിഡായിട്ട്